മുരിക്കിന്തയ്യേ നിന്നുടെ ചോട്ടിൽ മുറുക്കി തുപ്പിയതാരാണ്? ചുവപ്പ്. അപ്പൊ അതാണ് ചേർത്ത് പിടിക്കുന്നത്, മണ്ണിനെ പ്രകൃതിയെ ചേർത്ത് പിടിക്കുന്ന മാഷ്. ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു ക്യാമ്പിന് ഒരു പാട്ട് പാടി. ആ പാട്ടിന് വരികൾ തോകൂ. നയാ പൈസയില്ല കയ്യിൽ, ഒരു നയാ പൈസയില്ല, നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസയില്ല, കയ്യിൽ ഒരു നയാ പൈസയില്ല. ബോയ്സ് സ്കൂളിലെ NSS ക്യാമ്പിൽ ഇതേപോലെ പാട്ട് പാടിയപ്പോൾ പുതിയ തലമുറയിലെ പെൺകുട്ടി വളരെ സജീവമായിട്ട് ഈ പാട്ടിൽ താളം പിടിക്കുന്നത് ഇതേപോലെ. ഇപ്പൊ എനിക്ക് സന്തോഷം. പക്ഷെ അവള് കൂടെ പാടിയപ്പോൾ ഒരു വാക്ക് ശ്രദ്ധിക്കുക. നയാ പൈസ ഇല്ല, കയ്യിലൊരു നയാ പൈസ ഇല്ല, മഞ്ചാണ് അവൾ ഉപയോഗിച്ചത്. അപ്പൊ നഞ്ച് എന്താണെന്നും മഞ്ച് എന്താണെന്നും അറിഞ്ഞുകൂടാ. അപ്പൊ നഞ്ച് ഒരു വിഷവസ്തുവാണെന്നും ഇത് മണ്ടരിയുമായിട്ട് മാവുമായിട്ട് ചേർത്ത് വെള്ളത്തിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മത്സ്യങ്ങൾ ചാട്ടുള്ളി പോലെ ചത്തുപോകും. കൊച്ചു കൊച്ചു വാക്കുകൾ. നഞ്ചു വാങ്ങി തിന്നാൻ പോലും നയാ പൈസ ഇല്ല, കയ്യിൽ ഒരു നയാ പൈസ ഇല്ല. പ്രിയമുള്ളവരെ, പാട്ടിന്റെ ലോകം നോക്കുമ്പോൾ മാഷിന്റെ ഒരുപാട് പറയാനുണ്ട്. എങ്കിലും നമ്മൾ അറിയുക, ഈ ഒരു മുഹൂർത്തത്തിൽ ഒരു പാട്ട് പങ്കുവെക്കുന്നു. ഭർത്താവിന് കാഴ്ചശക്തി ഇല്ല, ഭാര്യയ്ക്ക് കാഴ്ചശക്തി ഉണ്ട്. ചിത്രം കുപ്പിവള. മൊയ്ത്തുപ്പൊടിയത്തിന്റെ പ്രശസ്തമായ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം. അതെ, താങ്ങായി തണലായി ഞാനുണ്ടല്ലോ, അതാണ് ആശയം. വളരെ സ്പർശിയായ ഒരു ഗാനം ഈ വേദിയിൽ പങ്കുവയ്ക്കുന്നു. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. ഉത്തരം ഭാര്യ പറയുക, കാണാനുള്ളതു കാണാനുള്ളതു കരളിൽ പകരാൻ ഞാനുണ്ടല്ലോ ചാരേ, കണ്ണായി ഞാനുണ്ടല്ലോ ചാരേ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. ആശയം മനസ്സിലാക്കുക. ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ ഊഷ്മളത, ആ താലിച്ചരടിൽ ചേർത്ത് വെച്ചിരിക്കുന്ന അതിന്റെ മഹത്വം അറിയുക. സുഖത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ആപത്തിലും ഒക്കെ താങ്ങായി തണലായി ഞാൻ ഉണ്ടാകണം എന്ന സന്ദേശമാണ് പുതിയ തലമുറയിൽ നമ്മൾ കേൾക്കുന്നത്. ഒരുപാട് വിവാഹ മോചനത്തിന്റെ വാർത്തകൾ, ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ സീരിയലിനകത്ത് കാണുന്നുണ്ട്. താലിച്ചരടിനെയൊക്കെ വളരെ നിസ്സാരമായിട്ട് വലിച്ചെറിയുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം ബന്ധങ്ങളുടെ ഊഷ്മളത പങ്കുവയ്ക്കുന്ന ഗാനങ്ങൾ അറിയുക. എഴുതിയത് മാഷ്, പാടിയത് AM രാജ, ഒപ്പം പാടിയത് P സുശീല. പ്രിയ മാനസ നീ വാവാ പ്രേമ മോഹന ദേവാ. ഇതൊരു ചലച്ചിത്ര ഗാനമാണെന്ന് അറിയുക. പലപ്പോഴും ഇതിനെ ഒരു കീർത്തനമായിട്ടോ ഒരു ശ്ലോകമായിട്ടോ കണക്കാക്കാം. പക്ഷേ ഇത് എഴുതിയത് ചിലമ്പൊലി എന്ന് പറയുന്ന സിനിമയിൽ കേട്ട പാട്ടാണ്. അഭയദേവ്, പള്ളം അയ്യപ്പൻ പിള്ള എന്ന് പറയുന്ന അഭയദേവ് രചിച്ച് വി ദക്ഷിണാമൂർത്തി സ്വാമി സംഗീതം കൊടുത്ത പാട്ടാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വന്നത്. പീലിയിലെ കൊണ്ടുവന്നത് ദക്ഷിണാമൂർത്തി സ്വാമിയാണ്. പക്ഷേ അവർക്ക് തിരക്കായതുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് അവരെ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പങ്കുവച്ചത്. പ്രേമ മോഹന ദേവാ വാതിലു തുറന്നു നിൻ വരവും കാത്തിരിപ്പൂ ഞാൻ. തന്റെ നായകനോടൊത്ത് ആടാനും പാടാനും ആഗ്രഹിക്കുന്നു. ആടണം എനിക്കോ മനം കുളിരേ ദേവാ, പ്രിയ മാനസ നീ
വാവാ പ്രേമ മോഹന ദേവാ ഇത് രാഗം ഏതാണെന്ന് മനസ്സിലാകാം. ക്ഷീര സാഗര സയന ദേവഗാന്ധാരി രാഗത്തിൽ ചിട്ടപ്പെടുത്തിയതാണ്. പ്രിയ മാനസാ വാവാ പ്രേമ മോഹന ദേവാ വാതിലു തുറന്നു നിൻ വരവും കാത്തിരിപ്പൂ ഞാൻ. ഒരിക്കൽ ദക്ഷിണാമൂർത്തി സ്വാമിയുടെ പാട്ടിനെ പീലിയിലെ ക്ഷണിച്ചപ്പോൾ അവരെ കിട്ടിയില്ല. അതിന് പകരം കൊണ്ടുവന്ന ഒരു ഗായിക, ആ ഗായികയുടെ ആദ്യത്തെ ഗാനവും ഇത് തന്നെയായിരുന്നു. ചിത്രം സീത. അതെ, പാട്ടുപാടി ആരും ഏറ്റെടുക്കുന്നില്ല. ഒരു സാറേ പാടിക്കോളൂ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ പാട്ടുപാടി ഉറക്കാം ഞാൻ താമരപ്പൂ പൈതലേ. കേട്ടു കേട്ടു നീയുറങ്ങൻ കരളിന്റെ കാതലേ കരളിന്റെ കാതലേ. രാരിരാരോ രാരിരോ രാരിരാരോ രാരിരോ. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നുമകളെ. കണ്ണും പൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പുന്നാര പൊന്നുമകളെ. അമ്മേ മച്ചനും ചാരത്തിരിപ്പൂ ചെമ്മേ നീ ഉറങ്ങോമന കുഞ്ഞ്. അമ്മേ മച്ചനും ചാരത്തിരിപ്പൂ ചെമ്മേ നീ ഉറങ്ങോമന കുഞ്ഞ്. താരാട്ടു പാടുവാൻ അമ്മയുണ്ടല്ലോ, താളം പിടിക്കുവാൻ താളം പിടിക്കുവാൻ അച്ഛനുണ്ടല്ലോ. തരണി പൂമുഖം സൂക്ഷിച്ചു നോക്കിയ തങ്കക്കൂടത്തിനെ കണ്ണുവയ്ക്കല്ലേ. കണ്ണും പൊട്ടി ഉറങ്ങുക നീയൻ കണ്ണേ പൊന്നാര പൊന്നുമകളേ. ഒരുപാട് മേഖലകൾ നമുക്ക് ബാല്യകാലത്തിലേക്കൂടെ ഒന്ന് പങ്കുവെച്ച് നമുക്ക് പര്യവസാനിക്കാം. ഏത് കാലമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തില് നല്ല കാലം? ഇവിടെ ഇരിക്കുന്നവർക്കൊക്കെ അറിയാം, ആ കാലമെല്ലാം കഴിഞ്ഞാണ് ഈ ശരണാലയത്തിലേക്ക് വന്നിരിക്കുന്നത്. ഓർമ്മയുടെ പൂക്കാലം വിരിയിക്കുമ്പോൾ ആ കാലം എന്നും ഒരു പൂക്കാലമായിട്ട് തന്നെ നമ്മുടെ മനസ്സിൽ നിൽക്കും. ചെറുപ്പം. ചെറുപ്പത്തിൽ നമ്മൾ രണ്ടും മണ്ണുവാരി കളിച്ചപ്പോൾ അന്നു തമ്മിൽ പറഞ്ഞതും മറന്നു പോയോ? ചെറുപ്പത്തില് നമ്മൾ രണ്ടും കറിച്ചട്ടി ചിരട്ടയായി മുരിങ്ങപ്പൂ പറിച്ചിട്ട് കറി വെച്ചു കളിച്ചതും മറന്നു പോയോ? ചെറുപ്പത്തില് നമ്മൾ രണ്ടും. നമ്മുടെ ഒക്കെ ബാല്യകാലം. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം തൊടിയിലെ തൈമാവിൻ ചോട്ടിൽ ഒരു കൊച്ചു കാറ്റേറ്റു വീണത്തെ മാമ്പഴം ഒരുമിച്ചു പങ്കിട്ട ബാല്യകാലം. ഈ ബാല്യകാലം ഒന്ന് പാടുമ്പോഴാണ് സാറേ ഈ പരിപാടിയുടെ പ്രൊമോഷൻ. ഏതായാലും നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാട് പറയാനുണ്ട്. നല്ല ഒരു ഉച്ച സമയമായതുകൊണ്ടാണ്. എങ്കിലും നമ്മുടെ ആ പൂക്കാലം പഴയ കാലഘട്ടത്തിലേക്ക് ഒരു കാര്യം കൂടി നമ്മൾ പറയുന്നു. കൃഷ്ണനെ കാണാനായിട്ട് പോകുന്നു. ഹൃദയം നിറയെ സ്വപ്നവുമായി മധുരം കിള്ളി തരുമോ? ഈ പാട്ട് സൂചിപ്പിച്ചത് കാര്യം താങ്കൾ പാടിക്കോളൂ. ഈ പാട്ട് പാടിയ ഗായിക മരിച്ചിട്ട് ആരും അറിഞ്ഞില്ല. ഗായികയുടെ പേര് കെ പി കോമള.
വയലാറിന്റെ രചനയാണ്. പലപ്പോഴും വൈൻമി സാർ വരച്ചപ്പോൾ ഈ പാട്ട് അദ്ദേഹത്തിൻ്റെതാണെന്ന് പല വേദികളിലും പലരും പാടുന്നുണ്ടായിരുന്നു. ശരിക്കും പാടിയത് എഴുതിയത് വയലാർ രാമവർമ്മ. മാനസമൈനയെ വിളിക്കുന്നത് മധുരം നുള്ളിത്തര, പസുമതിയെ ക്ഷണിക്കുന്നത് ഹിന്ദുപുഷ്പഹാരമണിയാണ്. ഇവിടെ കിള്ളിയും നുള്ളിയും തന്ന പാട്ട് അതെ KPSCയുടെ കതിര് കാണാക്കിളി എന്ന സിനിമയിലെ ഹൃദയം നിറയെ സ്വപ്നവുമായി മധുരം കിള്ളി തരുമോ, വിജനലതാഗ്രഹ വാതിലിൽ വരുമോ, വീണമീട്ടി തരുമോ, വീണമീട്ടി തരുമോ, ശർക്കര പന്തലിട്ടേ മഴ ചൊരിയും ചക്രവർത്തി കുമാര. സാറിന്റെ സന്തോഷം കാണൂ. ഏതായാലും നമ്മുടെ ഈ ഒരു കൂട്ടായ്മയിൽ ആലപ്പുഴയില്ല വളരെ തുടങ്ങിയപ്പോ ഒരു ചെറിയ ലാഗിയൊക്കെ ഉണ്ടായിരുന്നു അല്ലേ. പക്ഷെ നിമിഷങ്ങൾക്കുള്ളിൽ ഇദ്ദേഹത്തിന്റെ പാട്ടാണ് ആ തുടങ്ങി വെച്ചതിലൂടെ ഒരു പൂത്തിരി കത്തിച്ചതുപോലെ നമ്മൾ ഉച്ച സമയത്ത് പോകുമ്പോൾ നമ്മളൊരു അറിയുക ഇന്നലകളെ സമ്പന്നമാക്കിയ ആ സുവർണകാലം. നല്ല വാക്കുകൾക്കായി ഇനി നമുക്ക് കാതോർക്കാം. സാറേ, നമ്മുടെ സമയപരിമിതി മനസ്സിലാക്കുന്നു. കൂടുതൽ ഗാനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. ഒത്തിരി സന്തോഷമുണ്ട്. അതിനേക്കാളുപരി മനസ്സ് നിറയുകയും ചെയ്തു. ഇവിടെ എഴുതിയിരിക്കുന്ന ശരിക്കും ഒരു ഓർമ്മച്ചെപ്പാണ് നമുക്ക് തന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ വളരെ ഈ ചെറിയ സമയം കൊണ്ട് ഒത്തിരി കാര്യങ്ങളെ നമ്മൾ ഓർമ്മിപ്പിച്ചു. ചെറുപ്പം മുതലുള്ള കുറെ കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാല് പാട്ടുപാടി ഉറക്കാമെന്ന് പറഞ്ഞ പാട്ടുപാടി കഴിഞ്ഞപ്പോ ശരിക്കും എന്റെ കണ്ണ് നിറയാണ് ഉണ്ടായത്. എന്താന്ന് വെച്ചാല് നമ്മൾ പലപ്പോഴും നമ്മളെ വിട്ടു പോയവര് നമ്മളെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെങ്കിൽ ചില കാര്യങ്ങള് അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ മുമ്പിൽ എത്തുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ അവരുണ്ടെങ്കിൽ പോലും പക്ഷെങ്കിൽ ചില കാര്യങ്ങള് ചില വാക്കുകള് ചില സന്ദർഭങ്ങള് അവർ നമ്മളെ കൂടുതൽ എന്താ പറയാ ഇമോഷണൽ ആകും. പാട്ടുപാടി ഉറക്കാം താമരപ്പൂവും പൈതലേ എന്നുള്ള പാട്ട് പാടുമ്പോൾ ഞാൻ ചെറുപ്പകാലമായിരുന്ന സമയത്ത്, അതായത് 1-2 വയസ്സുള്ള സമയത്ത് എന്റെ പപ്പ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ തന്റേതല്ലാത്ത ഒരു കാരണത്താല് ഒരു സസ്പെൻഷൻ കിട്ടി വീട്ടിൽ ഇരിക്കുമ്പോഴാണ്. അപ്പോ അത് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നത് ശരിക്കും ആ ഒരു അപ്പന്റെ സ്നേഹം കിട്ടാന് ഉള്ള ഒരു സമയമായിട്ടാണ് ഞാൻ അതിൽ കണക്കാക്കുന്നത്. എന്ന് വെച്ചാൽ വീട്ടിലെല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, വൈകുന്നേരങ്ങള് എന്നെ കയ്യിലെടുത്തിട്ട് ഈ മുറ്റത്തൂടെ വലിയൊരു മുറ്റമുണ്ട്, ആ മുറ്റത്തൂടെ ഈ പാട്ടുപാടി ഉറക്കാം താമരപ്പൂവും പൈതലേ എന്നുള്ള പാട്ടുപാടി എന്നെ കൊണ്ട് നടക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഫീലിംഗ് ഉണ്ടായി. ഈ സമയം എന്റെ പപ്പായെ ഓർക്കുകയാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലിലേക്ക് ചില വിലപ്പെട്ട സമയങ്ങൾ നമുക്കറിയില്ല എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അഫക്റ്റ് ആകുന്നുണ്ടെന്നുള്ളത്. പക്ഷെങ്കിൽ ഞാൻ ഒത്തിരി നന്ദി പറയാം സാറിന്. അതുപോലെ ഞാൻ KMAക്ക് വേണ്ടിയിട്ട് ഇത്രത്തോളം സാറ് നൽകിയ സംഭാവനയ്ക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. എന്റെ പേര് ജോൺസൺ എൻ ആന്റണി എന്നാണ്. ജോൺസൺ എൻ ആന്റണി, ചെറുകോല്. ഇന്നത്തെ ഈ കൂട്ടായ്മ ഇവിടെ നടത്തിയതിന് കേരള മേക്കപ്പ് ആർട്ടിസ്റ്റ് അസോസിയേഷനും സുരേഷ് സാറിനും നന്ദി അറിയിക്കാനായിട്ട് ചാനാലയം പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ശോഭാകുമാരിയെ ക്ഷണിച്ചു. കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള ഇന്ന് ഈ ശർണാലയം കുടുംബത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള എല്ലാവർക്കും ഞാൻ എൻ്റെ പേരിൽ ഒരു സ്വാഗതം ആദ്യം പറയുകയാണ്. പ്രസിനെ കുറിച്ച് കാര്യങ്ങൾ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു.
എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ്, നമ്മളിത് തുടങ്ങാനുണ്ടായിരുന്ന ഒരു ചെറിയ സാഹചര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സമൂഹത്തിലെ ഒറ്റപ്പെട്ടു പോകുന്ന അച്ഛനമ്മമാർ നമ്മുടെ മുമ്പിൽ വന്ന് ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈ നീട്ടുമ്പോൾ ആദ്യമൊക്കെ ഭക്ഷണം മതി അവർക്ക്. കുറച്ച് കഴിയുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാനൊരു കാർ ഷെഡിലാണ് കിടക്കുന്നത്, വിമ്മിഷ്ടവും പനിയാണ്, എനിക്ക് കാറ്റ് കൊള്ളാതെ കിടക്കാൻ എവിടെയെങ്കിലും ഒരു സൗകര്യം ചെയ്തു തരുന്നു എന്ന് ചോദിച്ചാണ് ആദ്യമായിട്ട് നമ്മളിവിടെ ഒരാളിനെ, ഞങ്ങളുടെ ഒരു ആ ട്രസ്റ്റിലേക്ക് ആദ്യം എടുക്കുന്നത് ആ അച്ഛനെയാണ്. അതായത് ഏകദേശം 4 വർഷം മുമ്പ്, ഇപ്പം 5 വർഷമാകും നമ്മൾ സ്ഥാപനം തുടങ്ങിയിട്ട്. അതുപോലെ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ നിങ്ങളുടെ പരിസരത്തുള്ളവരെ, നമ്മളിപ്പോൾ ഈ സ്ഥാപനത്തിൽ വന്ന് ഇത്രയും പേരെ കാണുന്നുണ്ട്, അവരുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്നുണ്ട്, എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മുടെ പരിസരത്ത് ആരെങ്കിലും ഇതുപോലെ ആഹാരം കിട്ടാതെ നോക്കാൻ ആളില്ലാതെ ഉണ്ടോ എന്നൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ആഹാരവും അവരെ ഒന്ന് വൃത്തിയാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യാം. ഞാൻ ഇന്ന് രാവിലെ ഞാനും ഒരു സാറും കൂടെ തൊട്ടപ്പുറത്ത് കണ്ണു കാണാത്തൊരു അച്ഛനുണ്ട്. അച്ഛന് നമ്മളാണ് ഫുഡ് കൊണ്ട് കൊടുക്കുന്നത്. കുറേ ദിവസം 2 ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നുള്ളത് പറഞ്ഞിട്ട് ഞങ്ങളുടെ വീട് നോക്കാൻ ചെന്നാണ്. ആ മൂത്രത്തിലും മലത്തിലും പുള്ളി 2 ദിവസമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ വെള്ളം ചൂടാക്കി കൊണ്ടുപോയി കുളിപ്പിച്ച് നല്ല ഡ്രസ്സിട്ട് ആഹാരമൊക്കെ കൊടുത്ത് ക്ഷീണം ഒന്നും അറിയപ്പോൾ അവർക്ക് ഉണ്ട്, ബന്ധക്കാരുണ്ട് കേട്ടോ. വിളിച്ചിട്ട് അവരോട് പറഞ്ഞു വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറഞ്ഞു. അവർ വന്ന് കൊണ്ടുപോകാൻ പറ്റിയില്ല, പക്ഷെ മരുന്ന് വാങ്ങിച്ചു കൊടുത്തു ഒക്കെ ആക്കി. പക്ഷെ ഞാൻ ആ ഒരു സമയത്ത് എൻ്റെ കൈ തൊടുമ്പം ആ പുള്ളി പറഞ്ഞ ഒരു വാചകമുണ്ട്, ഞാൻ ആവുന്ന കാലത്ത് എനിക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടില്ല. നമ്മളെല്ലാം ഇപ്പം ചെറുപ്പമാണ്, നമ്മളാരും ചിന്തിക്കുന്നില്ല നാളെ നമ്മൾ എങ്ങനെയാകും എന്ന്. പക്ഷെ നമുക്ക് ചെയ്യാൻ, ഈ ചെറുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഇതുപോലെ സുഖമില്ലാത്ത, ആഹാരത്തിന് വകയില്ലാത്ത, ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ ഒന്ന് സന്ദർശിക്കുക. അവർക്കൊരു നേരത്തെ ഭക്ഷണമോ മരുന്നോ ഒരു വാചകം പോലും ഒരു പക്ഷേങ്കിൽ അവർക്ക് വലിയൊരു ഫീലിംഗ് കൊടുക്കും. അതിന് നിങ്ങളെല്ലാവരും ശ്രമിക്കണം. കൂട്ടത്തിൽ ഞങ്ങളുടെ സ്ഥാപനത്തിൽ വരണം. അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടായ്മ പോലെ പോകാൻ എല്ലാവരും ഉണ്ടായിരിക്കണം. അതൊരു അഭ്യർത്ഥനയാണ്. അപ്പോൾ ഇന്നത്തെ ഈ ചടങ്ങിൽ വന്നെത്തിയിട്ടുള്ള, പ്രത്യേകിച്ച് പേരെടുത്ത് പറയാൻ എനിക്ക് എല്ലാവരും ഒന്നും അറിയത്തില്ല, മുരുക സാറാണ് കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള വ്യക്തികളെയായിട്ട്. സുരേഷ് സാറ്, സന്തോഷ് സാറ്, ഇവരൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്നവരാണ്. സുരേഷ് സാറ്, ഇവിടെ കമ്മിറ്റി മെമ്പേഴ്സ്, ബാക്കി കാര്യങ്ങളൊക്കെ ട്രസ്റ്റിനെ കുറിച്ചുള്ള പറഞ്ഞിട്ടുണ്ടാവുമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളെ ഒരിക്കൽ കൂടി നിങ്ങൾ ചെയ്തു തരുന്ന ഇന്നത്തെ ഈ ദിവസത്തിൽ അവരെ ഇത്രയും ഒരു സന്തോഷത്തിലേക്ക് കൊണ്ടുപോയതിന് നമ്മൾ ട്രസ്റ്റിൻ്റെ പേരിൽ, എൻ്റെ പേരിലുള്ള നന്ദി